ഹലോ ഗുഡ് മോർണിംഗ്. സൗണ്ട് എപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അന്ന് അസുഖം വന്നിട്ട് ഇപ്പോഴും കഫക്കെട്ടും കാര്യങ്ങളും ചുമയൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും കംപ്ലീറ്റ് മാറിയിട്ടില്ല. ഇപ്പോഴത്തെ ജലദോഷവും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസം വരെ നിൽക്കുമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുവാണേ. രാത്രിയാണ് കൂടുതലും ചുമ, അപ്പോൾ അതിൻ്റേതായ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കൊരു എന്താ പറയുക, ശ്വാസം എടുക്കുന്നതിലുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കണേ. അപ്പോൾ അന്ന് വണ്ടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ പറ്റിയില്ല, കാരണം ഉച്ചയ്ക്കാണ് വണ്ടി ഇറക്കിയത്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ കൊണ്ടുപോയി പൂജിക്കാമെന്ന് കരുതി ഞങ്ങൾ ആദ്യം കുടുംബക്ഷേത്രത്തിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ. അതിനുശേഷം ഞങ്ങൾ നേരെ ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രം, കരിക്കകം ശ്രീ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചാവി പൂജയൊക്കെ ചെയ്ത്, പിന്നെ എന്താ പറയുക, വണ്ടിയും പൂജിച്ച് പ്രസാദമൊക്കെ മേടിച്ചു കേട്ടോ. എന്നിട്ട് നേരെ ഞങ്ങൾ കരിക്കകത്ത് അമ്മേനെ അച്ഛനെയും കാണിക്കാൻ കൊണ്ടുപോയി. അവർ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ചില സമയത്ത് ആ വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു ആരോഗ്യസ്ഥിതി ശരിയല്ലാത്തത് കൊണ്ട് എടുക്കാൻ വിട്ടുപോകും. അതിന് ഞങ്ങൾ നേരെ വലിയതുറ വന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ലേറ്റായി വന്നതുകൊണ്ട് ഒരുപാട് മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞണ്ടുണ്ടായിരുന്നു, അപ്പോൾ അതും മേടിച്ച് അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ബുദ്ധിമുട്ടാവും, കാരണം വാങ്ങിയപ്പോൾ തന്നെ മണി 12 പിന്നെ ഇത് വീട്ടിൽ കൊണ്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഇതെൻ്റെ അവിടുത്തെ അമ്മയുടെ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മ കൃഷി ചെയ്ത ഫ്രഷ് കുറേ വെജിറ്റബിൾസും അമ്മ കൈയോടെ തന്നു വിട്ടു. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.